അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബിലിമ്പി ഇട്ടൊരു അയിലക്കറിയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ. അപ്പം നമുക്ക് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു ചട്ടി വെച്ച് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു 10 ബിലിമ്പി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ബിലിമ്പി ഇട്ട് കൊടുക്കാം. ഉലുവ നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ബിലിമ്പി കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ബിലിമ്പി ഇട്ട് അയിലക്കറി വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. ചില നാട്ടിലൊക്കെ ഇരുമ്പൻ പുളി എന്നല്ലേ ഇതിന് പറയാറ്. ബിലിമ്പി വഴറ്റി വരുന്നുണ്ട്. അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനാവശ്യമായ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാൻ 4 പച്ചമുളകും 1 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തത്. നമുക്കിതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ആഡ് ചെയ്യാം. ഇപ്പം ബിലിമ്പിയുടെ സീസൺ അല്ലേ, അതുകൊണ്ട് എല്ലായിടത്തും കിട്ടുന്നൊരു ഐറ്റമാണ്. എല്ലാവരും ബിലിമ്പിയിട്ട് ഇതുപോലെ മീൻകറി വെച്ച് നോക്കുക, നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീർ മുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളക് ക്രഷ് ചെയ്തിട്ടത് കൊണ്ട്. ഇതിലോട്ട് ഇനി 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഇടാം. ഈ മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഒന്ന് ബിലിമ്പിയിൽ കുറച്ച് സമയം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് മീൻ കറി വെക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അയില ഇതിലോട്ട് ആഡ് ചെയ്യാം. അയില കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഉപ്പ് പാകത്തിനാണ് നോക്കി. ഉപ്പ് കുറച്ച് കുറവാണ്. കുറച്ച് ഉപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. മസാലകളൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മീൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതിന് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം ഒരു 2-3 മിനിറ്റായി. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. കയ്യിൽ കൊണ്ട് ഇളക്കരുത്. ഒരു തുണിയെടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് അധികം കറീൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, അയിലക്കറി. ഇതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കരിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വിലിമ്പി ഇട്ട അയിലക്കറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.